സാർ ഒരു കോൺവെർസേഷനിൽ പറയണ്ടായി എന്താ വശീകരണ മന്ത്രം അങ്ങനെ വശീകരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്ന ഒരു കോൺവെർസേഷനിൽ അത് ശരിക്കും ഉള്ളതാണോ? അല്ല, ഇപ്പോൾ താങ്കൾക്ക് ആരെങ്കിലും വശീകരിക്കണമെങ്കിൽ ഒരു മന്ത്രവാദിയെ ചെന്ന് കാണുക. അപ്പോൾ മന്ത്രവാദി പറയും, ഞാൻ ഭസ്മം ജപിച്ചു തരാം. അതായത് വശീകരണത്തിന് മന്ത്രമുണ്ട്. ആ മന്ത്രം അക്ഷരലക്ഷം ഞാൻ ജപിച്ചിട്ട് ഭസ്മം തരികയാണ്. അപ്പോൾ താങ്കൾ അത് കൊണ്ടുപോയി ആരെയാണ് വശീകരിക്കേണ്ടത് അയാൾക്ക് ചായയെല്ലാം മറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നടക്കും. അത് എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ ചായ ഉണ്ടാക്കി ഇയാളെ വിളിച്ച് അയാൾ കാണാതെ ഭസ്മം ഇട്ട് കൂടുതൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഭസ്മത്തിൻ്റെ രുചി വരാതിരിക്കാൻ കൊടുക്കുമ്പോൾ താങ്കൾക്കൊരു കോൺഫിഡൻസ് വരും. ഇന്ന മന്ത്രവാദി തന്ന ഭസ്മമാണ്, ഭയങ്കര പവറാണ്, അക്ഷരലക്ഷം ജപിച്ചതാണ്. അപ്പോൾ താങ്കളുടെ ആ ബിലീഫ് കൊണ്ട് താങ്കളെ ഇയാളെ വീട്ടിലേക്ക് വിളിക്കുന്നു. എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരണം ഇത്രാം തീയതി. അയാൾ പേടിച്ച് വരും, കാരണം താങ്കൾ ഭയങ്കര കോൺഫിഡൻസിലാണ് വിളിക്കുന്നത്. അങ്ങനെ കോൺഫിഡൻസ് കൊണ്ട് വിളിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വരികയും ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യുമോ? ചെയ്യും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? അത് എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിയുടെ കൂടെ ഒരു പയ്യനുണ്ട്. പയ്യനൊരു വല്ല റിച്ച് ആയിട്ടുള്ള വീട്ടിലെ പയ്യനാണ്. പക്ഷെ ഇവരുടെ കൂടെ സോംബിയെ പോലെ ഇങ്ങനെ നടക്കും. അപ്പം ഇതെങ്ങനെയാണ് ഈ പയ്യനെന്ന് അത്ര മണ്ടനൊന്നുമല്ല. പയ്യന് ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്. ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഇങ്ങനെ ഫിസിക്കൽ സിംറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പയ്യനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് എന്താണ് ഈ പയ്യന് പറ്റിയത്. പയ്യൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഒരു ദിവസം എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴി പയ്യൻ്റെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ വളരെ റിച്ച് വീടാണ്, നാട്ടിൻപുറത്താണെന്നേ ഉള്ളൂ. ഈ പയ്യൻ നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ കൂടെ ദാസനെ പോലെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഈ വശ്യത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്ന മന്ത്രവാദിയുടെ അടുത്ത് ചെന്നാൽ മതി, അയാളിങ്ങനെ വശ്യം മന്ത്രം പറഞ്ഞിട്ട് ഭസ്മം തരും. അത് സാധാ എങ്ങനെ ആർക്കെങ്കിലും ചായയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ജേർണലിസ്റ്റിന് ഈ ലേഡിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അനിൽ ഭാസ്കറും കൂടെ ഈ ലേഡിയുടെ വീട്ടിൽ പോയി. ഞാൻ ഈ ലേഡിയോട് നേരത്തെ പറഞ്ഞ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റ് എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി ചായ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി 3 കപ്പിൽ ചായ എടുത്തിട്ട് ഒരു കപ്പിൽ ഇങ്ങനെ ഒരു ഡപ്പി തുറന്ന് ഭസ്മം ഇടുന്നത് ഞാൻ കണ്ടു. അത് ഞങ്ങൾക്ക് 3 പേർക്കും തരികയും ചെയ്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് നമ്മുടെ ബിലീഫാണ്. അത് ടെലിപ്പതിക്കായിട്ട് ഇല്ല, അത് അങ്ങനെയാണ് നടക്കത്തില്ല. ഞാൻ ഈ ലേഡിയോട് ചോദിച്ചു. ഇപ്പം എനിക്ക് ചിലപ്പോൾ ഇത് തന്നു കാണും. അത് ഞാൻ ചോദിച്ചു. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് പലപ്പോഴും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ സാറിന് വർക്ക് ചെയ്യത്തില്ല, സാറ് പാരാസൈക്കോളജിസ്റ്റ് അല്ലേ. അപ്പോൾ ലേഡിയുടെ കോൺഫിഡൻസ് ഇല്ല എനിക്കിത് വർക്ക് ചെയ്യുന്നു. അല്ല എല്ലാം കെമിക്കാണ്. അല്ല, ഫിസിക്കൽ ഓബ്ജക്റ്റിനല്ല, നമ്മുടെ മൈൻഡിനാണ് പവർ ഉള്ളത്. അതെ അതെ, അത് വിശ്വസിച്ച് ചെയ്താലേ പ്രയോജനമുള്ളൂ. ഭസ്മം കലക്കാതെ ഇരുന്നാൽ നമുക്ക് ആ കോൺഫിഡൻസ് വരത്തില്ല. ഭസ്മത്തിന്റെ കണ്ടന്റ് എന്താ? സൈക്കഡലിക് സംഭവം ഇല്ല, വെറും സാധാരണ ഭസ്മമാണ്. ഈ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഒരാൾ ഐഡിയലി, താങ്കളൊരു പാരാസൈക്കോളജിസ്റ്റ് എന്ന് വയ്ക്കാൻ, ഒരാൾ ഐഡിയലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ചുരുക്കത്തിൽ ഞാൻ രാത്രി ഇറങ്ങുമ്പോൾ ഒരു പ്രേതത്തിനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ എന്ന് പറയുക.
സുഖമാണോ എന്ന് ചോദിക്കും. അതെന്റെ സൈക്കിക് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ് സാർ പറഞ്ഞ അനുസരിച്ച്. ഇനി ഒരു രഹസ്യം ഞാൻ പറയും. ഈ സാധാരണ എല്ലാവരും ഈ ഗോസിനെ കാണുമെന്ന് പേടിച്ച് നടക്കുകയാണ്. പക്ഷേ ഞാൻ ഈ കാണണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും ടൈം സ്ലിപ്പാണ്. അതായത് പണ്ട് നടന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നു. അല്ല, ആ ഫിഗറിനെയാണ് ഞാൻ പറയുന്നത്. ആ ഫിഗർ ഇപ്പോൾ ഫിസിക്കൽ സെൻസിൽ, നമ്മുടെ ഫിസിക്കൽ സെൻസിൽ ഇല്ല. പക്ഷെ ആ ടൈം സ്ലിപ്പിന്റെ സമയത്ത് അവിടെ കാണുന്നു. What is real എന്ന് നമുക്ക് അല്ല, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല, ഞാൻ തിയറട്ടിക്കലായിട്ട് പറയാണ്. പക്ഷെ ഒരു ദിവസം രാത്രി ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു രൂപം കണ്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ രൂപം യഥാർത്ഥ ടൈം സ്ലിപ്പാണെങ്കിൽ ഇപ്പോൾ ചുറ്റുപാടുമൊന്നും ഇപ്പോഴത്തെ പോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ 200 വർഷം മുമ്പ് ഇവിടെ ജീവിച്ച ഒരാളുടെ രൂപമാണ് ഞാൻ കാണുന്നതെങ്കിൽ ഈ ചുറ്റുപാട് 200 വർഷം മുമ്പ് എങ്ങനെയിരുന്നു അതുപോലെ ആയിരിക്കും ഞാൻ കാണുന്നത്. പരിസരവും അതനുസരിച്ച് മാറും. അതാണ് എൻ്റെ ടെസ്റ്റ്. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് ഈ ആളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനാണ്. സാധാരണഗതിയിൽ അയാൾ നമ്മളെ കാണത്തില്ല. മിക്കവാറും ഒരു സംഭവമായിരിക്കും നമ്മൾ കാണുന്നത്. ആഗ്രഹിച്ചാൽ നടക്കണമെന്നില്ല. നമ്മൾ സൈക്കിക് ആണെങ്കിലേ നടക്കൂ. ഞാൻ സ്വല്പം സൈക്കിക്കാണ്, പക്ഷെ കൂടുതൽ സൈക്കിക്കല്ല. അപ്പോൾ കേട്ടിട്ടുണ്ട്. I don't know if it is true that you, as a part of your study, you connected with somebody in Sri Lanka when that person was dying or having some problem, and then ഞാൻ പലരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. somebody was not well, appo there was some force there that helped that person, and sir nodu narrate ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ. സാർ അതുപോലെ എല്ലാ ഡിസംബർ 31 രാത്രി മെഡിറ്റേഷൻ ഇരിക്കുന്നു. ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. എന്തിനായിരുന്നു? അത് നിർത്തി. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അത് ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു ടൈം മെഷീൻ എന്ന് പറഞ്ഞൊരു നോവലൊക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ തന്നെ ഫ്യൂച്ചർ സെൽഫ് ഇൻട്രാക്ട് ചെയ്യാം എന്നൊരു തിയറിയാണ്. അതിന് നമ്മളൊരു പ്രത്യേക ഡേറ്റും സമയവും വെച്ച്, അത് ഡിസംബർ 31 അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ എല്ലാ അങ്ങനെയുള്ള ദിവസവും ഒരു കൃത്യ സമയത്ത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള എക്സ്പെരിമെൻറ്റ്സൊക്കെ ഞാൻ മുമ്പ് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇല്ല. സാറിനുണ്ടായ ഒരു പേഴ്സണൽ സൈക്കിക് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ കണ്ട ഈ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ അങ്ങനെ വലിയ സ്പെക്ടാക്കുലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലൊരു പാരാനോർമൽ എക്സ്പീരിയൻസ് സാറിനുണ്ടായിരുന്നു? എന്തായിരുന്നു? ഒരു ശബ്ദമാണ്, ഒരു കാഴ്ചയാണ്? അല്ല, അത് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പക്ഷിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പക്ഷി തിരിഞ്ഞു നോക്കി അങ്ങ് പറന്നു പോകും. നേരം പറഞ്ഞ് ഞാൻ പക്ഷിയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എന്നെ ശ്രദ്ധിക്കത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ എൻ്റെ അടുത്തൂടെ അങ്ങ് നടന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു പട്ടിയെയോ പൂച്ചയോ പക്ഷിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്യും. അത് ടെലിപ്പതിയാണ്. പിന്നെ ഒരു പൂച്ച ഇങ്ങനെ ഒരു മതിലിൽ ഇങ്ങനെ സാധാരണ ഇരിക്കും ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ. അപ്പം ഞാൻ ദിവസം അതിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് രാവിലെ എന്നെ കാണുന്ന ഉടനെ മ്യാവൂ എന്ന് പറയും. അതിൻ്റെ ഭാഷയിലുള്ള ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ ചില ദിവസം ഞാൻ ദൂരെ നിന്ന് എത്തുമ്പോഴേ അത് തിരിഞ്ഞു നോക്കി ഞാൻ അടുത്തെത്തുമ്പം മ്യാവൂ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ സൈക്കിക് എക്സ്പീരിയൻസാണ്. സാറിന് ഇപ്പോൾ എറോസൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ്. ഈ നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ
ഈ ഭൂതപ്രേതാദികളെയൊക്കെ എപ്പോഴും പോർട്രേ ചെയ്യുന്നത് മറ്റേ രാത്രിയാകുമ്പോൾ വെള്ളസാരി എടുത്ത് മുടി അഴിച്ച് നടക്കുന്ന യക്ഷിയായിട്ടാണ്. അത് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ പാരാനോർമൽ എക്സ്പീരിയൻസിനെ ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതെ അതെ. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഈ കൺസെപ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ചില സോഷ്യൽ റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ഇതെനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യക്ഷി സങ്കല്പം, പിന്നെ ഒടിയൻ സങ്കല്പം, ഇതൊക്കെ ഒരു കാലത്ത് വളരെ ആവശ്യമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. കാരണം ഈ പണ്ട് ഈ വളരെ റിച്ചായിട്ടുള്ള ആളുകൾ, അക്കാലത്ത് നമ്പൂതിരിമാരൊക്കെ എന്ന് വിചാരിക്കുക, അവരിങ്ങനെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറേ പണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ മടിശീല എന്ന് പറഞ്ഞ് തുണിസഞ്ചിയിൽ. അപ്പോൾ ഇവരെയൊക്കെ വീഴ്ത്താനായിട്ട് ഈ സ്ത്രീകൾ നിൽക്കും. സ്ത്രീകളും വളരെ ബുദ്ധിയുള്ളവരാണ്. അവർ ഈ പാല പൂക്കുമ്പോൾ പാലയുടെ അടിയിലൊക്കെയാണ് നിൽക്കുന്നത്. കാരണം ഈ പാലയുടെ സ്മെല്ല് ഈ സെക്സ് ഡ്രൈവിനെ കൂട്ടും. അപ്പോൾ ഇവർക്കറിയാം പാലയുടെ ചുവട്ടിൽ നിന്നാൽ ആ സമയത്ത് ഒരു പുരുഷനെ വീഴ്ത്താൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്പൂതിരിമാരൊക്കെ പോകുമ്പോൾ ഇവർ ചിരിക്കും, ചുണ്ടാമ്പ് ചോദിക്കും. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ട് ഈ പാലയുടെ സ്മെല്ലുമൊക്കെ അടിക്കുമ്പോൾ ഇയാൾക്കൊരു കാമ വികാരം ഉണ്ടാകും. അപ്പോൾ ഈ പെണ്ണ് ഇയാളുടെ കയ്യിലൊക്കെ തൊടും. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആണുങ്ങൾ ഇയാളെ തല്ലിക്കൊന്ന് ഇയാളുടെ മടിശീല എടുക്കും. അപ്പോൾ ഇത് അന്തർജനങ്ങൾ മനസ്സിലാക്കി അവരുണ്ടാക്കിയ കഥയാണ്. ഇങ്ങനെ യക്ഷികൾ പാലയുടെ ചുവട്ടിൽ നിൽക്കും. അവർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെ കൊന്നു തിന്നും. രാവിലെ നിങ്ങളുടെ ഒരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ നിങ്ങളുടെ എല്ലൊക്കെ താഴെ കിടക്കുന്നു. അപ്പോൾ നമ്പൂതിരിമാരിങ്ങനെ യാത്ര പോകുമ്പോൾ അന്തർജനം പറഞ്ഞു ഓർക്കും. അപ്പോൾ പാലയുടെ ചുവട്ടിൽ സ്ത്രീ നിൽക്കുന്നത് കണ്ട് അവർ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടും. അത് ധൈര്യം കിട്ടാൻ വേണ്ടി, ഇതിൽ വീണു പോകാതിരിക്കാൻ. ഇത് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മരിച്ച ദുഷ്പേര് മാറ്റാൻ വേണ്ടി വേറൊരു കഥ ഇറക്കി? അല്ല, ഇത് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ യക്ഷിമാർ, എല്ലാ പ്രേതങ്ങൾക്കും യക്ഷിമാർക്കും ഒക്കെ വെള്ള നിറം കൊടുക്കുന്നത്, വെള്ള സാരി. അല്ല, പണ്ട് കോട്ടൺ തുണികൾ വെള്ള അല്ലാതെ നിറങ്ങൾക്ക് എന്തെങ്കിലും എനർജിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? എല്ലാ നിറങ്ങൾക്കും ഒരേ എനർജി ഇമ്പാക്റ്റ് ആണോ? അല്ല, ചെറിയ വ്യത്യാസം കാണാം. നേരത്തെ സൈക്കിക് എക്സ്പീരിയൻസിന്റെ കാര്യം, മണങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ സാർ ഇപ്പോഴും പറഞ്ഞു ഈ പാല പൂക്കുന്ന മണമൊക്കെ എപ്പോഴും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതിന് ഏതെങ്കിലും തരത്തിൽ, മണത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉദ്ദീപിപ്പിക്കാനോ എന്തെങ്കിലും പറ്റും? തീർച്ചയായിട്ടും. ഈ മണമെന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. നമ്മൾ ഇപ്പോൾ കഞ്ചാവ് എടുത്താൽ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതേപോലെ പല സബ്സ്റ്റൻസ് മണത്താൽ തന്നെ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഹാലുസിനേഷൻസ് ഉണ്ടാകും. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ സാർ? ഈ മണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓൾഫാക്ടറി സെൻസസ് അല്ലേ സാർ? നേരത്തെ പറഞ്ഞ സൈക്കഡലിക് എന്ന് പറഞ്ഞാൽ ആ സെൻസസിനെ എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു എക്സ്പീരിയൻസ് അല്ലേ ഈ അത് ഈ സൈക്കഡലിക് ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ഹയർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിനിനെ സപ്രസ് ചെയ്യാണ്. അത് ബ്രെയിൻ ട്രാൻസെൻഡൻസ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് അപ്പോഴും നമ്മുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ ട്രാൻസെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രെയിൻ ട്രാൻസെൻഡൻസ് ആണ് സൈക്കിക് എക്സ്പീരിയൻസ്. ഹിപ്നോട്ടിക് ആക്ടിവിറ്റിയെ കുറിച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് കരുതുക. അയാളുടെ സൈക്കിക് എക്സ്പീരിയൻസ് ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനോ എന്തെങ്കിലും ഹിപ്നോട്ടിക് ആക്ടിവിറ്റിയിലൂടെ സൈക്കോളജിസ്റ്റിന് പറ്റുമോ? ഹിപ്നോസിസ് കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഹിപ്നോസിസ് ഈ സൈക്കിക് എബിലിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും വലുതായിട്ട് പ്രയോജനം ചെയ്യില്ലെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് ഹിപ്നോട്ടിസം നിങ്ങളുടെ ബോഡിക്ക് സംഭവിക്കുന്ന മീൻസ് ഫിസിക്കലായ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയാണ്? അതായത് ഹിപ്നോട്ടിസത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ചില സജഷൻസ് തരികയാണ്. ആ സജഷൻ കൊണ്ട്
ഈ വേദന തുടങ്ങിയ സംഗതികളെ ഒരതിർത്തി വരെ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ അനസ്തേഷ്യയൊക്കെ വരുന്നതിന് മുമ്പ് മൈനർ സർജറിയൊക്കെ ഹിപ്നോസിസിൽ ചെയ്യുമായിരുന്നു. അത് എപ്പോഴാണ് ഫെയിൽ ചെയ്യുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ എല്ലാവരിലും അത് വർക്ക് ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിപ്നോസിസ് അതിനൊന്നും ഉപയോഗിക്കാത്തത്. അപ്പോൾ അനസ്തേഷ്യ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതും കൂടുതൽ എഫക്റ്റീവ്. ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഹിപ്നോട്ടിസത്തിന്റെ ഒരു സ്കോപ്പ് എത്രയാണ്? കാരണം നമ്മൾ ഈ നർവ് അനാലിസിസ് ഒക്കെ വളരെ കുറവാണ്. അത് വളരെ ഒരു ഹാർഡ് ആൻഡ് ക്രിമിനലിന് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ലീഗലായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്. പോലീസുകാർ അതൊക്കെ ചിലപ്പോൾ ചെയ്ത് നോക്കും, നാർക്കോ അനാലിസിസ്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ചില ക്ലൂസൊക്കെ കിട്ടിയെന്ന് വരും, അത്രയേ ഉള്ളൂ. ഈ സജസ്റ്റീവ് ആണല്ലോ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടെ എഗ്രി ചെയ്താലേ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റൂ എന്നാണ്. എന്നില്ല, ചിലപ്പോൾ ഒരാൾ വില്ലിങ് അല്ലെങ്കിലും പറ്റിയെന്ന് വരും. അയാളുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. സൈക്കിക് ആയ ഒരാളിന് അതിനെ പ്രിവെന്റ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനാകും? അല്ല, ഇത് ഹിപ്നോസിസ് ഒരു 75% ഓഫ് ആൾക്കാരിലെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് 25% വർക്ക് ചെയ്യത്തേ ഇല്ല. എന്നെ കുറിച്ച് ഞാനൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളാണ്. എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ബിക്കോസ് ഐ എം സൈക്കിക് കാൻ ഐ ബ്ലോക്ക് ഇറ്റ്? അത് സൈക്കിക് ആണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ രജസിക് ടെമ്പർമെൻറ്റ് കൂടുതലുള്ള ആളാണെങ്കിലും സ്റ്റെബിലിറ്റി കൂടുതലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലതാർജി കൂടുതലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇനേർഷ്യ കൂടുതലുള്ള ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആയെന്ന് വരാം. സർ, ഈ ജീവനുള്ള വസ്തുക്കളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഈ ഇംഗ്ലീഷ് ഹൊറർ മൂവീസിലൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളിൽ ഈ പ്രേതബാധ അതിനെ കുറിച്ചിട്ട് കുറെ വരാറുണ്ട്. ഇപ്പോൾ ഒരു പാവ അല്ലെങ്കിൽ ഒരു അലമര, ഒരു ആർട്ടിഫാക്ട്സിലൊക്കെ വരാറുണ്ട്. അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് ഈ ആർട്ടിഫാക്ട്സിനകത്ത് ഒരു സ്പിരിറ്റ് ഇരിപ്പുണ്ടെന്ന്. പക്ഷേ വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഓബ്ജക്ട്സിനും അസോഷിയേറ്റഡ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിനും ഇവിടുത്തെ സംഭവങ്ങളുമായിട്ട് ഒരു ലിങ്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് ഒരു സൈക്കിക്കിൻ്റെ കൈ കൊടുത്താൽ സൈക്കിക്ക് കുറേ സമയം ബാഗ് കൈവച്ചിട്ട് നിങ്ങളുടെ പേര് വരെ പറഞ്ഞെന്ന് വരും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓബ്ജക്ട്സിന് അസോഷിയേറ്റഡ് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ആൻറ്റിക് ഷോപ്പിൽ പോയി ഒരു കത്തി വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കത്തി ഒരുപാട് കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ഒരു കത്തിയാണെന്ന് വിചാരിക്കുക. ആ കത്തി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് മലക്കറി അറിയാൻ പറ്റിയ കത്തിയാണ്. പെട്ടെന്ന് നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നു. നിങ്ങളറിയാതെ നിങ്ങൾ കത്തിയെടുത്ത് അമ്മായിയമ്മയെ കുത്തിയെന്ന് വരും. കാരണം ആ കത്തി കത്തി മറ്റേ കൊലപാതകങ്ങളായിട്ടൊക്കെ ലിങ്ക്ഡാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ കത്തിയിൽ എന്തെങ്കിലും ഒരു സ്പിരിറ്റ് ഇരിക്കുന്നതുകൊണ്ടല്ല, കത്തി അത് നടന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ലിങ്ക്ഡാണ്. ഓബ്ജക്ട്സിനൊക്കെ അസോഷിയേറ്റഡ് മെമ്മറി ഉണ്ട് എന്നാണ് പാരാസൈക്കോളജി പറയുന്നത്. ഇത് സയന്റിഫിക് ആണോ? അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഹൈപ്പോത്തറ്റിക്കാണ്. സയൻസിൽ ഹൈപ്പോത്തസിസ് അലൗഡാണ്. ഇതിനിപ്പോൾ ഡെഫിനറ്റ് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് എവിഡൻസ് കുറവാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾക്ക് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ, അത് നമ്മളെല്ലാവരും കണക്റ്റഡാണ്. പ്രത്യേകിച്ച് ഒരേപോലെ മൈൻഡുള്ളവർ കൂടുതൽ കണക്റ്റഡാണ്. ഒരേപോലെയുള്ള മെന്റൽ മേക്കപ്പ് സാർ നേരത്തെ പറഞ്ഞു, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരേപോലത്തെ മെന്റൽ മേക്കപ്പ്? അത് ട്വിൻസിൻ്റെ കാര്യം എടുത്താൽ മതി. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അത് വളരെയധികം അവർ തമ്മിൽ ഓവർലാപ്പുണ്ട്. അങ്ങനെ സാധ്യത വളരെ കുറവാണ്.
അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വളരെ വ്യത്യാസം ഉണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കുള്ളൂ. പക്ഷെ ഐഡന്റിക്കൽ ട്വിൻസിൽ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള കുട്ടികളില്ലേ സർ? ഇല്ല, അത് ഫ്രട്ടേണൽ ട്വിൻസ് സംഭവിക്കാം. ഐഡന്റിക്കൽ ട്വിൻസ് സാധാരണ ഒരേ സ്വഭാവമായിരിക്കും സാധാരണ. പിന്നെ ചിലപ്പോൾ പേരൻസ് ഒരു ഡിഫറൻ്റായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം വരാം. ഒരാൾക്ക് അച്ഛന്റെ സ്വഭാവം, ഒരാൾക്ക് ഇല്ല, ഇല്ല. അമ്മയുടെ സ്വഭാവമായിട്ടുള്ള ഇല്ല 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 കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരേപോലെ ആയിരിക്കും. സാധാരണ അവിടെ സ്വഭാവം ഒന്നുപോലെയാണ്. ഐഡന്റിക്കൽ ട്വിൻസിന് തന്നെ എൻവയോൺമെന്റ് ഡിഫറെന്റ് ആ, ആണ്. വ്യത്യാസം വരാം. രണ്ടുപേരും രണ്ടിടത്താണ് ആ, അത് അങ്ങനെയാണെങ്കിൽ വ്യത്യാസം വരാം. അപ്പൊ സാർ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ നേച്ചറും നേച്ചറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ. അതിലിപ്പോ സൈക്കോളജിക്കലി അനലൈസ് ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? ഒരാളുടെ അത് ബീയിങ് ഒരു ജീനോളജിക്കൽ ബീയിങ് ആണോ അതോ സർക്കംസ്റ്റാൻസസ് ആണോ? അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എൻവയൺമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ചില കാര്യങ്ങളിൽ ഹെറിഡിറ്ററിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? അത് ഇപ്പോൾ പൊതുവെ പറയുന്നത് ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഹെറിഡിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പൊതുവെ പറയുന്നു. ഇങ്ങനെയാണ് സ്റ്റഡീസൊക്കെ കാണുന്നത്. പക്ഷേ ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവം, അതിൽ എൻവയൺമെൻറ്റിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്. ഒരാളിപ്പോൾ ഒരു നല്ല എൻവയൺമെൻറ്റിൽ സാത്വികരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് വളരുന്നെങ്കിൽ അയാൾക്ക് കൂടുതൽ നല്ല സ്വഭാവം ക്യാരക്ടറൊക്കെ വന്നെന്ന് വരാം. കഴിവുകളെല്ലാം അതെ, ഇൻ്റലിജൻസ് ഒരു പക്ഷേ കൂടുതൽ ജീൻ വഴി ആയിരിക്കും. ചെറിയ പാനിക് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ഈ കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു രൂപം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെ തോന്നും, അങ്ങനെയാണ് കണ്ണു തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അത് പാനിക് അറ്റാക്ക് അല്ല, അത് സ്ലീപ്പ് പാരാലിസിസ് ആണ്. സ്ലീപ്പ് പാരാലിസിസ്. അപ്പോൾ അത് ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അല്ല, പാരാനോർമലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത് മൈൻഡ് ഉണർന്നാലും പെട്ടെന്ന് മൈൻഡ് ഉണർന്നാൽ ബോഡി സ്ലീപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് റിതം ഉറക്കത്തിൻ്റെ സ്ലീപ്പിംഗ് റിതമാണ്. ബ്രത്ത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നെഞ്ചിലാരോ കയറി ഇരുന്ന് കഴുത്തി പിടിച്ച് ഞെക്കുന്നതായിട്ടൊരു ഹാലുസിനേഷൻ ഉണ്ടാകും. അത് പാരാനോർമലായിട്ടൊന്നുമില്ല. പേഴ്സണൽ ലൈഫിലേക്ക് നമ്മളൊന്നും കടന്നില്ല. സാറിന് എങ്ങനെയാണ് പാരാസൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് വന്നത്? ബിക്കോസ് യുവർ ബേസിക് ഡിഗ്രി ഇസ് നോട്ട് ഇൻ സൈക്കോളജി, ഐ സപ്പോസ് ഇറ്റ് ഇസ് ഇൻ സയൻസ്, ഫിസിക്സ്. അത് കഴിഞ്ഞിട്ടാണ് സാർ അല്ല, അത് അങ്ങനെയല്ല. എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അത് ഗ്രാൻഡ് ഫാദർ നേരിട്ടല്ല, ഗ്രാൻഡ് ഫാദറിന് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലും കൂടും, വേറെ ആളുകളുടെ വീട്ടിലും കൂടും. പക്ഷേ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ കൂടുമ്പോൾ സാധാരണ ഞാൻ പോയി ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇരിക്കും. അല്ലല്ല, കോട്ടയത്ത്. പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ എല്ലാ അവധിക്കും കോട്ടയത്ത് പോകും, അമ്മയുടെ വീട്ടിൽ. കോട്ടയം ഐമനം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറും ഫ്രണ്ട്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഇതാണ്, വേറെ നോർമലായിട്ടുള്ള കാര്യങ്ങളും. ഗ്രാൻഡ് ഫാദർ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. പക്ഷേ പുള്ളി സയൻസ് ആണ് പഠിച്ചത്. അത് അക്കാലത്ത് സയൻസ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞെന്തോ വലിയ വിശേഷമാണെന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി പള്ളിപ്പോക്കൊക്കെ നിർത്തി, എല്ലാം വളരെ റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരിങ്ങനെ കൂടുതൽ, അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് കുറേ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ട്, ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മയ്ക്കുണ്ട്, അങ്ങനെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിലിയിൽ പലർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയുന്ന ഒരു വാചകം, ഒരു കാലത്ത് സയൻസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഫിലോസഫിക്കലായിട്ടും പാരാനോർമലുമായിട്ടുള്ള കാര്യങ്ങൾ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എനിക്കിത് പഠിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് പതുക്കെ പതുക്കെ വന്നു. അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ സൈക്കോളജി ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ BA ലെവലിൽ, ഗ്രാജുവേഷൻ ലെവലിൽ അന്ന് സൈക്കോളജി ഇല്ല.
പിന്നെ ഇനി ഏതെടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഈ ഫിസിക്കൽ റിയാലിറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഫിസിക്സ് എടുക്കണം. അപ്പോൾ അന്നേ സൈക്കോളജിക്ക് പോകണമെന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ സൈക്കോളജി അന്ന് ഗ്രാജുവേഷൻ ലെവലിൽ ഇല്ലാത്തതുകൊണ്ട് ഫിസിക്സ് എടുത്തതന്നേ ഉള്ളൂ. കഴിഞ്ഞ സൈക്കോളജി. അതെ അതെ. പിന്നെ ഈ സ്ട്രീമിലേക്ക് എങ്ങനെയാണ് വന്നത്? ഏത് സ്ട്രീം? പാരാസൈക്കോളജിയോ നേരത്തെ പറഞ്ഞ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് പാരാസൈക്കോളജി അല്ല, ഹോളിഗ്രേറ്റീവ് സൈക്കോളജിയാണ്. അത് തീരെ കുട്ടിക്കാലത്ത് എൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് അതാണ്. അതായത് പരമമായ സത്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ പാരാനോർമൽ റിയാലിറ്റി കണ്ടുപിടിക്കണമെന്നുള്ളത്. സത്യത്തിന്റെ അടുത്തേക്ക് എത്തിയോ സാർ ഇത്രയും നാള്? അത് ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നുള്ള പേര് എൻ്റെ കരിയറിൻ്റെ അവസാനമായപ്പോൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അടുത്ത കാലത്തെ ആ പേര് വന്നുള്ളൂ. പക്ഷേ താല്പര്യം അത് തന്നെയാണ് ആദ്യം മുതൽ. അല്ല സാർ, അന്വേഷിച്ചിരുന്ന സത്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞല്ലോ, ആ അന്വേഷിക്കുന്ന സത്യത്തിന്റെ അടുത്തേക്ക് എത്തിയോ? അതായത് എനിക്ക് നല്ല കോഗ്നിറ്റീവ് ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ തിയറി എനിക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുമുണ്ട്. psychology4all.com എൻ്റെ ഓൾ സ്റ്റുഡൻസ് നടത്തുന്ന ഒരു വെബ്സൈറ്റാണ്. അതിൽ ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രീഫായിട്ടാണ്. അതിപ്പോൾ പുസ്തകമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ചെയ്യാനാണല്ലോ ഒരു കാരണം വേണ്ടത്. ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല. ഇത് സാർ ആദ്യം പറഞ്ഞു നമുക്കിതൊരു ഈറി എക്സ്പീരിയൻസ് ആണ് ഈ വീടും പരിസരവും. സാറിന് അങ്ങനെ, സാർ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പേസ് ആണോ? അതെ, ഇങ്ങനെ തന്നെ വേണം. അത് ഈറി എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭയമല്ല, ഒരു സ്ട്രേഞ്ച് അർത്ഥം. അല്ല, എനിക്കിത് ഏറ്റവും നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. എനിക്ക് പണ്ടേ വനത്തിൽ പോകുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് വീടിനടുത്ത് തന്നെ ഒരു വനം ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടി ഒരിടത്തും പോകണ്ട. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു വനം പോലെ ആക്കി. ഇല്ല, രാത്രി സാർ പറഞ്ഞില്ലേ സാറിനും ഭയമുണ്ട്. അപ്പൊ രാത്രി ഇവിടെ കഴിയാൻ സാറിന് ഭയമില്ല? എനിക്ക് രാത്രി പ്രത്യേകിച്ച് ഭയക്കൂടുതലൊന്നുമില്ല. പകലുള്ള ഭയം തന്നെ രാത്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രകൃതിയെ ഭയമില്ല, മനുഷ്യരെയാണ് ഭയം. ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഭയം കൂടുതലൊന്നും തോന്നുന്നില്ല. പിന്നെ ഇവിടെ സാധാരണ 9 മണി കഴിഞ്ഞ് ആരെ ഇരുത്തത്തില്ല. ഈ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ ആളുകൾ എന്നെ കാണാൻ വരും. അവർ 7-8 മണി വരെയൊക്കെ ജോലി ചെയ്യുന്നതാണ്. പക്ഷെ 9 മണിയാകുമ്പോൾ ഞാൻ പറയും ഇനി വേറൊരു ദിവസം കാണാം, എനിക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു വിടും. 9 മണി കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് പല കാര്യങ്ങൾ. ഇവരെല്ലാം ഹൈലി സ്ട്രെസ്ഡപ്പ് ആണ്, ഓവർ വർക്ക് ഉണ്ട്. അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവുക അവർക്ക് പേഴ്സണൽ പ്രോബ്ലംസാണ്. ഞാൻ ബേസിക്കായിട്ട് സൈക്കോളജിസ്റ്റാണല്ലോ, കൗൺസിലിംഗ് പോലെയൊക്കെയാണ്. പലരും പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഇല്ല, ഞാൻ പ്രൊഫഷണൽ പ്രാക്ടീസേ ഇല്ല. പിന്നെ പാരാസൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഞാൻ കാശ് വാങ്ങിക്കാറില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരാൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഈ സാർ ഈ ഫീൽഡിലായത് കാരണം തന്നെ സൈക്കിക് ആയിട്ടുള്ള ആളുകൾ സാറിനെ തേടി വരാറുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന ആളുകളിൽ പലരും ഈ ഒക്കൾട്ട് അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള ആളുകളല്ല, അങ്ങനത്തെ വിശ്വസിക്കുന്ന ആളുകൾ വരുന്നുണ്ടോ സമൂഹത്തിൽ? ഇത് ആളുകൾ അറിയാതെ ഈ ഒക്കൾട്ട് വളരെ കാര്യമായിട്ട് പോകുന്നുണ്ടോ? സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ എങ്ങനെ? അങ്ങനത്തെ ഒരു കൾട്ട് ഗ്രൂപ്പുകളുണ്ടോ? ഇത് ഒരുപാട് അന്ധവിശ്വാസമായിട്ട് ലിങ്ക്ഡാണ്. ഇപ്പോൾ ഈ മന്ത്രവാദത്തിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാൾ വരുന്നു എന്ന് വിചാരിക്കാം. അത് ഭയങ്കര അടിയുറച്ച വിശ്വാസമാണെങ്കിൽ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ കൗൺസിൽ ചെയ്ത് ബുദ്ധിമുട്ടുന്നതിന് പകരം എനിക്ക് പരിചയമുള്ള മന്ത്രവാദികൾക്ക് റെഫർ ചെയ്യും. അപ്പോൾ ഞാൻ റെഫർ ചെയ്താൽ പലപ്പോഴും ഇവർ ചെറിയ കാശൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ചില മന്ത്രവാദികൾ ഈ പറയുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര എമൗണ്ടൊക്കെ വാങ്ങിക്കും. അങ്ങനെ മനസ്സിലായ പിന്നെ ഞാൻ അവരുടെ അടുത്തോട്ട് റെഫർ ചെയ്യത്തില്ല.
അപ്പോൾ ഈ ഒക്കൾട്ട് എന്ന് പറയുന്ന ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഈ നല്ല മന്ത്രവാദികൾ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യത്തില്ല. അവർ ചെറിയ എമൗണ്ടൊക്കെ വാങ്ങിച്ച് ഇവർക്കൊരാശ്വാസം കിട്ടാൻ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്യും. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഈ മന്ത്രവാദികൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പം മന്ത്രവാദിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്ത് പ്രോബ്ലത്തിന് അവരുടെ കയ്യിൽ കർമ്മമുണ്ട്. ഈ പലരും വാസ്തവത്തിലൊന്നും ചെയ്യത്തില്ല, ചെയ്യുമെന്ന് പറയത്തേ ഉള്ളൂ. പക്ഷേ ഇയാൾ മന്ത്രം ചെയ്തു അല്ലെ കർമ്മം ചെയ്തു എന്നുള്ള വിശ്വാസം കൊണ്ട് മറ്റേ ആൾക്ക് ആശ്വാസം കിട്ടും.